നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം, പുതിയതായിട്ട് വാഹനം എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഒരു AMT അല്ലെങ്കിൽ ഒരു AGS വാഹനം നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഒരു ഓട്ടോമാറ്റിക് വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓട്ടം കുറവാണ്, ഏത് വാഹനം എടുക്കും? അതായത് AMT എടുക്കോ, AGS എടുക്കോ, അതോ സാധാരണ കൺവെൻഷണൽ ടൈപ്പ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള CVT ടോർക്ക് കൺവേർട്ടർ വരുന്ന ടൈപ്പ് ആ മോഡൽ എടുക്കുന്നതാണോ നല്ലത്? കാരണം നമുക്കെല്ലാം അറിയാം, AGS അല്ലെങ്കിൽ AMT വാഹനത്തിന് ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ട്. അതായത് സാധാരണ ഒരു മാനുവൽ ട്രാൻസ്മിഷൻ വാഹനത്തിന് കിട്ടുന്ന സെയിം മൈലേജ് നമുക്കൊരു AMT വാഹനത്തിന് കിട്ടും. പക്ഷേ ഓട്ടം കുറവാണെങ്കിൽ ഇതിലെന്തെങ്കിലും പണി കിട്ടാൻ സാധ്യതയുണ്ടോ? നമ്മൾ ഇതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഓരോ കാര്യം വളരെ പേഴ്സണലായിട്ട്, അതായത് ഞാൻ ഈ പറയുന്നത് എൻ്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം 2014 തൊട്ടെങ്ങാണ്ടാണ് നമ്മുടെ AMT വാഹനം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ റേഞ്ച് തൊട്ടുള്ള വാഹനത്തിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ഐഡിയ ആണ് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് തരുന്നത്. കാരണം ഞാൻ ഏകദേശം 2013 അവസാനത്തിലാണ് മാരുതിയിൽ സർവീസിന് കയറുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ച് തൊട്ട് എനിക്ക് ഇന്ന് വരെയുള്ളതിൽ ഏകദേശം ഒരു അപ്ഡേഷൻ ഉണ്ട്. ആ ഒരു രീതിയിലാണ് ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് കാര്യം, നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാനുള്ള, അതായത് പുതിയ വാഹനം ഞാൻ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചു, ഒരു സെക്കൻഡ് ഹാൻഡ് AMT വാഹനം എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, AMT എടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പഴയ മോഡൽ AMT വാഹനം എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. എന്തുകൊണ്ടാണെന്നും കൂടെ പറയാം. ഓട്ടം കുറവുള്ള വാഹനം എടുക്കരുത് എന്ന് മാത്രം ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും, എൻ്റെ വാഹനത്തിന് ഓട്ടം ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എടുക്കാൻ പോകുന്ന വാഹനം അത്യാവശ്യം ഓട്ടം ഉള്ള വാഹനമാണെങ്കിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ 100% നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഒരു 2014-15 കാലഘട്ടത്തിലുള്ളൊരു വാഹനം നിങ്ങൾക്ക് ഓട്ടം കുറവുള്ള രീതിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു AMT വാഹനം എടുക്കരുത് എന്നേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. ഇനി നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു, എടുത്തു, അത് കഴിഞ്ഞിട്ട് വരുന്ന ബാക്കി ഞാൻ അനുഭവിക്കാൻ റെഡിയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, അപ് ടു യു. ഞാൻ എൻ്റെ ഒരു സജഷൻ മാത്രമാണ് പറഞ്ഞത്. കാരണം ഓട്ടം കുറവാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഓട്ടം കുറവുള്ളൊരു വാഹനം നമ്മളെടുത്തു, നമ്മളത് ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ ഓടിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ പാർട്സായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. വർക്ക് ചെയ്യാതിരുന്ന്, അതായത് നമ്മളൊരു സ്ഥലത്ത് മടി പിടിച്ച് കുറേ നാൾ ഇരുന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടിക്കോളാൻ പറയുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തന്നെയാണ് വാഹനത്തിന് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഓരോ പാർട്സിനും ഉണ്ടാകുന്നത്. അതുപോലെ ഈ പാർട്സുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തേയ്മാനം സംഭവിക്കും. അങ്ങനെ പെട്ടെന്ന് തേയ്മാനം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്കിംഗ് കാരണം ചില പാർട്സുകൾ വർക്ക് ചെയ്യാതെയായി പോകും, അല്ലെങ്കിൽ ഇരുന്ന് പ്രശ്നം വന്നു പോകും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിതിന് ഓരോന്നോരോന്നായിട്ട് പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഓടണം. പഴയ കാലഘട്ടത്തിലെ, അല്ലെങ്കിൽ ഈ 14-15 കാലഘട്ടത്തിലേക്ക് യൂണിറ്റിന് ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഫുൾ യൂണിറ്റായിട്ട് മാത്രം നമുക്ക് മാറാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഫുൾ യൂണിറ്റായിട്ട് മാറേണ്ടി വരുമ്പോഴത്തേക്കും അവിടെ എന്ത് നഷ്ടമാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റിന് ഏകദേശം 10-70,000 രൂപയോളം വില വരുന്നുണ്ട്. യൂണിറ്റ് ഫുൾ അസംബ്ലി ആയിട്ടേ മാറാൻ പറ്റത്തുള്ളൂ. ഇതിനകത്തുള്ള പാർട്സ്, അതായത് ഇതിനകത്ത് വരുന്ന ചൈൽഡ് പാർട്സ് ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം, ഒരുപാട് ഓട്ടം കുറവുള്ള വാഹനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി പുതിയ വാഹനം എടുക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓട്ടം കുറവുള്ള ആൾക്കാരാണ്. അതായത് നിങ്ങളിപ്പോൾ നാട്ടിൽ കുറച്ച് നാളെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ വലിയ ഓട്ടം ഒന്നും വരുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു AGS അല്ലെങ്കിൽ ഒരു AMT വാഹനം എടുക്കുകയാണെങ്കിൽ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ഓട്ടം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ CVT വാഹനം എടുത്തിട്ടോ, കുഴപ്പം വരത്തില്ല. ഒരു DCT വാഹനം ഉണ്ടെങ്കിൽ അതെടുത്തിട്ടുള്ളൂ, DCT ട്രാൻസ്മിഷനുള്ള വാഹനം എടുത്തിട്ടുള്ളൂ, കുഴപ്പമില്ല. പക്ഷേ AMT അല്ലെങ്കിൽ AGS വാഹനം എടുക്കുകയാണെങ്കിൽ ഓട്ടം ഇല്ലെങ്കിൽ ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിനകത്തൊരു മോട്ടർ അസംബ്ലി വരുന്നുണ്ട്. അതായത് ഒരു പമ്പ് സെറ്റാണ് വരുന്നത്. ഇതിനകത്തുള്ള ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ പ്രഷറൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വരുന്ന ഒരു പമ്പിനാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത്. അല്ലെങ്കിൽ ഈ ടൈപ്പ് വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും കസ്റ്റമേഴ്സിനോട് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നതായിരിക്കും, ഈ ഒരു മോട്ടറിനൊരു കംപ്ലയിൻറ്റ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഓട്ടം കുറവുള്ള വാഹനത്തിന്. പക്ഷേ ഓട്ടമുള്ള വാഹനത്തിന് ഇതിൻ്റെ കംപ്ലയിൻറ്റ് വരുന്നത് വളരെ ചുരുക്കമാണ്. അതായത് ഇപ്പോൾ ഒരു 100 വാഹനത്തെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അര വാഹനം അല്ലെങ്കിൽ ഒരു വാഹനം കഷ്ടിയെ കംപ്ലയിൻറ്റ് വരത്തുള്ളൂ. പക്ഷേ ഓട്ടോ ഇല്ലാത്ത വാഹനത്തിന് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ഈ ഒരു പമ്പിന് തന്നെയാണ്. കാരണം ഇത് ഓടാതിരിക്കുകയാണെങ്കിൽ സ്റ്റക്കായി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം മെയിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന, പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങളൊരു AMT അല്ലെങ്കിൽ AGS വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ, ഓട്ടം ഇല്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓട്ടം കുറവാണെങ്കിൽ സാധാ മാനുവൽ വാഹനം എടുത്തിട്ടോ, പ്രശ്നമില്ല. ഇനി നിങ്ങൾ ഓട്ടോമാറ്റിക്കിലോട്ട് പോകുകയാണെങ്കിൽ CVT മോഡൽസ് എടുത്തിടുന്നതാണ് ഏറ്റവും നല്ലത്.
ഇനി AMT അല്ലെങ്കിൽ AGS വാഹനം മേടിക്കുന്നയാൾ പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് AGS വാഹനം പുതിയതെടുക്കുമ്പോൾ നിങ്ങൾ ഓടിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഓടിച്ച് പഠിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വാഹനത്തിൽ ഓടിച്ച് പഠിക്കാവുള്ളൂ, അല്ലെങ്കിൽ കംപ്ലയിൻസ് വരും. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഓവറായിട്ട് നമ്മൾ ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഓടിക്കാൻ പഠിക്കുന്ന ഒരാൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അവർ ഗിയേഴ്സ് ഷിഫ്റ്റിങ്ങിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം AMT അല്ലെങ്കിൽ AGS വാഹനം നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, പക്ഷേ ആക്സിലറേറ്ററിൽ കാല് കൊടുക്കുന്നത് പോലെ ഇരിക്കും. ഓവറായിട്ട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഗിയർ ടോപ്പിലോട്ട് ഷിഫ്റ്റ് ആകത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഓടിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടുതൽ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം സെക്കൻഡിൽ നിന്നും തേർഡിലോട്ടൊക്കെ മാറാനുള്ളൊരു ടൈം, അല്ലെങ്കിൽ RPM കൂടുതൽ കയറി വരും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ക്ലച്ച് ബേൺ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ കൂടുതൽ ക്ലച്ച് ബേൺ ആവുകയോ ഹീറ്റ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാർണിംഗ് ഇൻഡിക്കേഷൻ ലൈറ്റ് കാണിക്കും. ഒരു ട്രാൻസ്മിഷൻ കൺട്രോളിൻ്റെ ലൈറ്റാണ് കാണിക്കുന്നത്. അങ്ങനെ വരുന്നത് നമ്മുടെ ക്ലച്ചിൻ്റെ കംപ്ലയിൻസ് മുമ്പോട്ട് ഭാവിയിൽ വരാൻ ചാൻസസ് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വാഹനം എടുത്ത് ഓടിച്ച് പഠിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓടിച്ച് പഠിക്കാം, പക്ഷേ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണം. അതായത് പതുക്കെ ഗ്രാജുവലായിട്ട് ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് ഗ്രാജുവലായിട്ട് ആക്സിലറേഷൻ കൊടുക്കുക, ഓരോ ഗിയേഴ്സ് പ്രോപ്പർലി ഷിഫ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതെല്ലാം ഒന്ന് നോക്കിയും കണ്ടും ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ വാഹനം അതായത് AMT അല്ലെങ്കിൽ AGS വാഹനം യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഹൈ റേഞ്ചിലുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് CVT ട്രാൻസ്മിഷനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. AGS വാഹനം കംഫർട്ടബിൾ അല്ല എന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷേ ഓവർടേക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കൂടുതലും ലോവർ ഗിയേഴ്സ് ആയിരിക്കും നമുക്ക് കയറ്റം കയറാൻ യൂസ് ചെയ്യുന്നത്. ഓവറായിട്ട് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഓവറായിട്ട് ആക്സലറേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആൾക്കാർക്ക് വരുന്നൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ക്ലച്ച് ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് തന്നെയാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷേ കയറ്റം കയറുന്ന സമയത്ത് കൂടുതലും ഈ ഒരു വാഹനത്തിന് ഇങ്ങനെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. നോർമൽ സ്പീഡിലാണ് നമ്മൾ കയറി പോകുന്നതെങ്കിൽ കുഴപ്പമില്ല. ഓവറായിട്ട് ആക്സലറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഹീറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് കുറച്ച് പേർക്കെങ്കിലും ഈ പറഞ്ഞൊരു പ്രോബ്ലം കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. AMT വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മഞ്ഞ വാർണിംഗ് ലൈറ്റ്, ഒരു ചക്രത്തിൻ്റെ ട്രാൻസ്മിഷൻ വാർണിംഗ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും കയറ്റമൊക്കെ കയറുമ്പോൾ. അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് കൂടെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ എനിക്ക് അറിയാൻ സാധിക്കും നിങ്ങൾക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ക്ലച്ച് ഹീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലൊരു വാർണിംഗ് ലൈറ്റ് കാണിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി നാലാമത്തെ പോയിന്റ്, നമ്മുടെ AMT അല്ലെങ്കിൽ AGS വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന പലരും ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് സർവീസ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തു പോക്കണം. കാരണം സർവീസിൽ നമുക്ക് നോർമൽ വാഹനത്തിലൊക്കെ ക്ലച്ചിൻ്റെ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇതും നമുക്ക് ക്ലച്ചിൻ്റെ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അത് ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടർ ഡിവൈസ് വെച്ചാണ് ചെയ്യുന്നത്. സാധാരണ നമുക്ക് നമ്മുടെ നട്ടൊക്കെ ടൈറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഒരു കാരണവശാലും ടൈറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് കഴിവതും സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം. ആ ഒരു കാര്യം ഒരു വലിയ സംഭവം തന്നെയാണ്. സർവീസ് പ്രോപ്പറായിട്ട് ചെയ്യാതെ പോകുന്ന വാഹനത്തിന് ഇതുപോലത്തെ കംപ്ലയിൻസ് കൂടാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു ഓട്ടോമേറ്റഡ് വാഹനം, അതായത് AMT വാഹനം അല്ലെങ്കിൽ AGS വാഹനം എടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്, ഇപ്പോൾ ഇത്ര ഞാൻ പറഞ്ഞ നെഗറ്റീവ് സൈഡ് ആണെങ്കിലും പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു മൈലേജ് കിട്ടുന്ന വാഹനമാണ്. അതായത് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ കിട്ടുന്ന അതേ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. സിറ്റി ഡ്രൈവ്സിലൊക്കെ ഇതുപോലെ പറ്റിയൊരു വാഹനം വേറെ നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലോ മൂവിങ് ട്രാഫിക്കിലൊക്കെ ആണെങ്കിൽ പോലും ബ്രേക്കിൽ നിന്ന് കാലെടുത്ത വാഹനം സുഖമായിട്ട് പൊക്കോളും. നമുക്ക് ഈ സിറ്റീസിലൊക്കെ നമുക്ക് ഈ ഹെവി ട്രാഫിക്കൊക്കെ ഉള്ള സമയത്ത് ക്ലച്ച് ചവിട്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യവും വരുന്നില്ല. പക്ഷേ ഒരു മാനുവൽ വാഹനത്തിന് കിട്ടുന്ന അതേ സെയിം മൈലേജും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു AMT വാഹനം അല്ലെങ്കിൽ AGS വാഹനം എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാഹനം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.